നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപേ പൂക്കാലം വരവായി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഒരാൾ പിന്നീട് മലയാള സിനിമാ പ്രേമികൾക്ക് വിവിധ കഥാപാത്രങ്ങളുടെ ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചു. സഹനടിയായും നായികയായും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന കാവ്യമാധവൻ അന്ന് മുതൽക്ക് മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. ഇന്ന് പ്രായം 40 കഴിഞ്ഞുവെങ്കിലും തങ്ങൾക്ക് ഇന്നും ആ പഴയ കരിമഴി കുരുവഴി തന്നെയാണ് കാവ്യ എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത്. അത്രത്തോളം ആഴത്തിലുള്ള കഥാപാത്രത്തെയാണ് കാവ്യ സമ്മാനിച്ചിട്ടുള്ളത്. നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട കാവ്യയ്ക്ക് പക്ഷേ ആദ്യ വിവാഹത്തിൽ ചുവടുകൾ പിഴച്ചിരുന്നു. എന്നാൽ ജനപ്രിയ നായകൻ ജീവിതത്തിലേക്ക് കൂട്ടിയതോടെ കാവ്യയുടെ ജീവിതം അമ്പേ മാറി മറിഞ്ഞു. ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികളും കുടുംബത്തെ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് കുടുംബം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാണ്. ഇപ്പോൾ അഭിനയ രംഗത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറയെ കാവ്യയാണ്. അഭിനയത്തിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും അകന്നു നിൽക്കുകയാണെങ്കിലും കാവ്യമാധവൻ എന്ന നടിയെ പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമായിരുന്നല്ലോ കാവ്യമാധവൻ. നായികാ സങ്കല്പങ്ങളെല്ലാം ഒത്തുചേർന്ന ഉണ്ടക്കണ്ണി. കാവ്യയെക്കുറിച്ച് പഴയ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. ഒരു FM റേഡിയോ ഇന്റർവ്യൂവിൽ കൂടെ അഭിനയിച്ച നായികമാരെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് കാവ്യമാധവന്റെ പേര് വന്നത്. ഏറ്റവും അധികം തരം താഴ്ത്തപ്പെട്ട നടിയാണ് കാവ്യമാധവൻ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. കാവ്യ മലയാളികൾ കണ്ടിരിക്കുന്നത് അയൽവക്കത്തെ പെൺകുട്ടി, നാടൻ പെൺകുട്ടി എന്നിങ്ങനെയുള്ള നിലയിലാണ്. പക്ഷെ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിൽ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. കാവ്യ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുള്ള വാസ്തവമാണെന്നാണ് എന്റെ നിഗമനം. അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരിക്കാം. പക്ഷേ എനിക്ക് കാവ്യമാധവൻ എന്ന അഭിനേത്രിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അത്രയും നല്ല ഒരു സീരിയസ് അഭിനേത്രിയായിട്ട് കാവ്യ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു. മറ്റു ചില അഭിമുഖങ്ങളിലും പൃഥ്വി കാവ്യയെക്കുറിച്ച് വാചാലനായിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സഹായിച്ച നടിയാണ് കാവ്യ എന്ന് പൃഥ്വി ഒരിക്കൽ പറഞ്ഞിരുന്നു. വളരെ ഡൈനാമിക് ആയ കോ സ്റ്റാർ ആണ് കാവ്യ. പ്രായത്തിൽ എന്നേക്കാൾ ഇളയതാണെങ്കിലും സിനിമയിൽ എന്നേക്കാൾ പരിചയ സമ്പത്തുണ്ട്. അനന്തഭദ്രം, ക്ലാസ്മേറ്റ്സ്, വാസ്തവം, കഥ, ഗംഗാരു എന്നിങ്ങനെ ഒത്തിരി ചിത്രങ്ങളിൽ കാവ്യയും പൃഥ്വിരാജും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല കാവ്യമാധവനും പൃഥ്വിരാജും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇരുവരും മറ്റു ജീവിതത്തിലേക്ക് കടന്നിരുന്നത്. അതേസമയം സിനിമാ ലോകത്തെ പല വിശേഷങ്ങളും പങ്കുവച്ച് രംഗത്തെത്താറുള്ള വ്യക്തിയാണ് പല്ലിശ്ശേരി. സിനിമാ ലോകത്തെ നിരവധി താരങ്ങളെക്കുറിച്ച് അണിയറ കഥകൾ പറഞ്ഞ് പല്ലിശ്ശേരി പലപ്പോഴും വാർത്തകളിൽ നിറയാറുമുണ്ട്. ഇടയ്ക്കിടെ വെച്ച് ജനപ്രിയ നായകൻ ദിലീപിനെതിരെയായിരുന്നു പല്ലിശ്ശേരി രംഗത്തെത്തിയിരുന്നത്. ദിലീപ് കാവ്യമാധവൻ പ്രണയത്തെക്കുറിച്ചും പൃഥ്വിരാജിനോടുള്ള ശത്രുതയെക്കുറിച്ചും എല്ലാം മുമ്പൊരിക്കൽ പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരുന്നു. ദിലീപ് ഒരു നായക നടനിൽ നിന്നും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ചിത്രമാണ് മീശമാധവൻ. ആ ചിത്രത്തിൽ ദിലീപ് തിരക്കഥയിൽ അധികമായി എഴുതി ചേർത്ത സീനുകൾ ഉണ്ട് എന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. കാവ്യമാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വീടിനെ മച്ചുപൊളിച്ചിറങ്ങുന്നതും അരഞ്ഞാണം മോഷ്ടിക്കുന്നതും ആയ സീൻ ദിലീപ് എഴുതി ചേർത്തതാണെന്നാണ് പല്ലിശ്ശേരിയുടെ വാദം. ആ സീൻ വമ്പൻ സ്വീകാര്യത നേടുന്നതിനൊപ്പം കാവ്യയുടെ എല്ലാം ദിലീപ് കവർന്നു എന്നാണ് അണിയറയിൽ സംസാരമുണ്ടായി എന്നും പല്ലിശ്ശേരി പറയുന്നു. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ കൊച്ചിൻ അനീഫയോട് താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ മുഖത്ത് അണിഞ്ഞിരിക്കുന്ന മഞ്ഞ കണ്ണാടിയാണ് ഇതുപോലത്തെ ഒരു വാർത്ത കേൾക്കാൻ കാരണമെന്ന് അനീഫ പറഞ്ഞുവെന്നും പല്ലിശ്ശേരി പറയുന്നു. എന്നാൽ പിന്നീട് ദിലീപ് നിരവധി കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ ചെയ്തു മുന്നേറുമ്പോഴാണ് ദിലീപിന് ദേശീയ അവാർഡ് മോഹമുണ്ടായതെന്നും അങ്ങനെയാണ് കഥാവേശേഷൻ എന്ന ചിത്രം പണം മുടക്കി ദിലീപ് ചെയ്തതെന്നും പല്ലിശ്ശേരി പറയുന്നു. തുടർന്ന് ദിലീപ് കാവ്യ പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാവ്യ കൊച്ചിൻ അനീഫയോട് ആ ചോദ്യവുമായി എത്തുന്നതെന്നും പല്ലിശ്ശേരി പറയുന്നു. അനീഫയ്ക്ക് പിറക്കാത്ത പെങ്ങൾ പോലെയായിരുന്നു കാവ്യമാധവൻ. പൃഥ്വിരാജ് ചേട്ടൻ ആളെ എങ്ങനെയായിരുന്നു എന്നായിരുന്നു കാവ്യയുടെ ചോദ്യമെന്നും ആ ചോദ്യത്തിൽ കാവ്യമാധവന് പൃഥ്വിരാജിനോടുള്ള ഇഷ്ടം വെളിപ്പെട്ടും എന്നും അതിലൂടെ കാവ്യ പൃഥ്വിരാജിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് പല്ലിശ്ശേരി പറയുന്നത്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ വലിയ ശത്രുവായി പൃഥ്വിരാജ് മാറുന്നതെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. പൃഥ്വിരാജ് സിനിമകളെ തകർക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നു എന്നും പല്ലിശ്ശേരി പറയുന്നു. പിന്നീട് കുഞ്ചാക്കോ ബോബൻ എതിരെയും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായി എന്നും കുഞ്ചാക്കോ ബോബന് ഒരു ചെറിയ ഇടവേളയിൽ സിനിമയിൽ നിന്നും അകറ്റി റിയൽ എസ്റ്റേറ്റ് അജ്ഞാതവാസത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ ദിലീപ് ആണെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞിരുന്നത്. അതേസമയം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 താരങ്ങളാണ് ദിലീപും പൃഥ്വിരാജും. രണ്ടുപേരും തങ്ങളുടേതായ രീതിയിൽ സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. മിമിക്രി വേദിയിൽ നിന്നും വന്ന സാധാരണക്കാരനായ ദിലീപ് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി വരെ മാറിയിരുന്നു. ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്നും അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കടക്കുന്നതിനിടയിലാണ് നടി ആക്രമിക്കപ്പെടുന്ന കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. ഇതോടെ സമാനതകളില്ലാത്ത തിരിച്ചടി ദിലീപിന് നേരിടേണ്ടി വന്നു. മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തമായി കഠിനാധ്വാനത്തിലൂടെയാണ് പൃഥ്വിരാജ് ഇന്ന് കാണുന്ന താരമായി മാറിയത്. കേരളത്തിന് പുറത്തുൾപ്പെടെ താരമൂല്യമുള്ള അദ്ദേഹം സംവിധായകൻ എന്ന നിലയിലും മികവ് തെളിയിച്ചു. സത്യമായാലും അല്ലെങ്കിലും പൃഥ്വിരാജിന്റെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു.
അതിന് കാരണക്കാരിയായത് കാവ്യമാധവനാണെന്നും കാവ്യമാധവന് പൃഥ്വിരാജിനോട് സ്നേഹം തോന്നിയതുകൊണ്ടാണെന്നും പറയപ്പെടുന്നു. അതേസമയം തന്നെ മാക്ടയിൽ രൂപപ്പെട്ട പ്രശ്നവുമായി ഇരുവരുടെയും അകൽച്ചയ്ക്ക് ബന്ധമുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നവരുണ്ട്. തുളസിദാസ് പടത്തിന് വേണ്ടി ദിലീപ് അഡ്വാൻസ് വാങ്ങുകയും പിന്നീട് ഡേറ്റ് നീട്ടുകയും ഒടുവിൽ പടം തന്നെ ഡ്രോപ്പ് ആകുകയും ചെയ്തു. ഈ സമയത്താണ് വിനയന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മാക്ട അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് പറയുന്നത്. അതിനെ അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് വരുന്നത്. പിന്നീട് വിനയന്റെ സത്യം, അത്ഭുതദ്വീപ് എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച് പൃഥ്വിരാജ് തിരിച്ചു വന്നെങ്കിലും ഇതും ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ആകാശ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. ആദ്യം കുഞ്ചോക്കോ, പിന്നെ പൃഥ്വി, ഇവർ രണ്ടുപേര് മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത്. രണ്ടുപേർക്കും പുള്ളി ചില്ലറ പണികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവസാനം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു. ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം, ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. മഞ്ജു, ചാക്കോ, ഇന്ദ്രജിത്ത്, പൃഥ്വി, ജയസൂര്യ ഒക്കെ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് മൈക്ക് ജോസഫ് എന്നയാൾ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്. ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ആ പഴയ ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ഉയർന്നിരിക്കുകയാണ്. പ്രമുഖ സിനിമ ആസ്വാദക ഗ്രൂപ്പായ സിനിഫൈലിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഉബൈദ് ടി എന്ന വ്യക്തിയാണ് ഈ ചർച്ചകൾ വീണ്ടും തുടക്കം കുറിച്ചിരുന്നത്. ജനപ്രിയ താരങ്ങളാണ് രണ്ടാളും. പേരിനൊരു മൾട്ടി സ്റ്റാർ മൂവി അല്ലാതെ ഒരു സിനിമയും ഇവരെ ഒന്നിച്ചിട്ടില്ല. ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിലീപിന്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും സെയിം തന്നെയാണ്. മലയാളത്തിലെ ഏകദേശം എല്ലാ താരങ്ങളുമായി ഒന്നിച്ച് സിനിമ ചെയ്ത ദിലീപ് പൃഥ്വിയുമായി ഒരൊറ്റ മൂവി പോലും ഇല്ലാത്തത് എന്താ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഉബൈദ് കുറിച്ചത്. ഈ കുറിപ്പിന് താഴെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ മുന്നോട്ട് വന്നു. അതേസമയം ദിലീപുമായി മാത്രമായിട്ടാണോ പൃഥ്വിരാജ് സിനിമ ചെയ്യാത്തത്? ജയസൂര്യ, ആസിഫ് അലി, ദുൽഖർ, ഫഹദ് എന്നിവരോടൊപ്പം ദിലീപ് അഭിനയിച്ചിട്ടില്ലല്ലോ എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത്. നല്ല കഥ കിട്ടാതിരുന്നത് കൊണ്ടാകാം ഇരുവരും ഒരുമിച്ച് അഭിനയിക്കാതിരുന്നത്. പെരുമഴക്കാലത്തിന്റെ വിനീതിന് പകരം പൃഥ്വി ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് ഷെഫീഖ് എന്നയാൾ പറഞ്ഞത്. പൃഥ്വി മോഹൻലാലുമായി 2019 ലൂസിഫറിലൂടെയാണ് ഒന്നിക്കുന്നത്. 2010 പോക്കിരി രാജയിലൂടെ മമ്മൂട്ടിയുമായും ഒന്നിച്ചിരുന്നു. ബറോ സിനിമയുടെ പൂജാവേളയിൽ ദിലീപ് പൃഥ്വിരാജിന് കൈ കൊടുക്കുന്നതും സംസാരിക്കുമ്പോൾ മെൻഷൻ ചെയ്യുന്നതും കാണാം. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൃഥ്വി പറഞ്ഞത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്നും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവണമെന്നുമാണ്. അതായത് കമൽഹാസൻ ദശാവതാരത്തിൽ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അത്. കൃഷ്ണപ്രസാദ് അഭിപ്രായപ്പെട്ടു.